യുദ്ധത്തിൻ്റെ കാര്യത്തിൽ വീണ്ടും സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രതീതിയിലാണ് നേതാക്കന്മാരുടെ സംഭാഷണം മുന്നോട്ട് പോകുന്നത്. ഇറാൻ പറയുന്നത് ഞങ്ങൾ സമ്പൂർണ്ണ യുദ്ധത്തിലാണ്, അതിനനുസരിച്ചുള്ള ആക്രമണങ്ങൾ എപ്പോഴും എവിടെയും തുടരും. അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നത് കൂടുതൽ യുദ്ധവിമാനങ്ങൾ മേഖലയിലേക്ക് അയച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിലെ യുദ്ധം സജീവമാക്കാൻ വേണ്ടി വിപുലീകരിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്തു കഴിഞ്ഞു എന്നാണ്. ഇതിനിടയിൽ ഹൂത്തി വിഭാഗം രംഗത്ത് വന്നിട്ട് പറയുന്നത് സൗദി അറേബ്യയുടെ കപ്പലുകൾ പുറത്തു പോകാതിരിക്കാൻ, അവിടെ നിന്നുള്ള എണ്ണ ആരും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഒരു പുതിയ നാവിക ഉപരോധം ഞങ്ങളിത് സൃഷ്ടിക്കാൻ പോകുന്നു എന്നാണ്. അപ്പോൾ വീണ്ടും മധ്യസ്ഥർ സജീവമായി രംഗത്ത് വരുന്നു. ഒരു 10 ദിവസമെങ്കിലും ഇപ്പോൾ കാണുന്ന ഈ യുദ്ധമൊന്ന് അവസാനിപ്പിക്കാൻ ഇറാനും അമേരിക്കയും തയ്യാറാകണം, നമുക്ക് ചർച്ച വീണ്ടും ആരംഭിക്കാം, ഇങ്ങനെ പോയാൽ ശരിയാകില്ല എന്ന് സജീവമായിട്ട് പറയുന്ന രംഗവും നമ്മളിപ്പോൾ കാണുകയാണ്. അപ്പോൾ യുദ്ധം വീണ്ടും സജീവമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. ഇറാനിലെ ഷിറാസ് പട്ടണം, അവിടെ ഇന്നും ഈ തിങ്കളാഴ്ച ജൂലൈ 20-ന് പകൽ സമയത്തും അതിശക്തമായ സ്ഫോടന ശബ്ദം കേട്ടു എന്ന് ഇറാൻ്റെ മീഡിയ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ്റെ ഭാഗത്തു നിന്ന് കുവൈറ്റിലേക്ക് മിസൈലുകൾ പായിച്ചു, അതിനെ പ്രതിരോധിച്ചു, നിർവീര്യമാക്കി. അതേസമയം ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കുവൈറ്റ് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് വരികയാണ്. ബഹ്റിനിലെ കാര്യവും ഇന്നിതാ സൈറൻ മുഴങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് വരുന്നു. അത്തരം സന്ദർഭങ്ങളിൽ തൊട്ടടുത്തുള്ള സുരക്ഷിത താവളങ്ങളിലേക്ക് ആളുകൾ കയറിപ്പോകണം എന്ന് മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മാത്രമല്ല ബഹ്റിനിൽ സിവിൽ എയർ നാവിഗേഷൻ ഉപകരണങ്ങൾ പലതും ഇപ്പോൾ ഈ ആക്രമണത്തിൽ നശീകരണത്തിന് വിധേയമായെന്നും റിപ്പോർട്ടുകളുണ്ട്. ഹോർമോസ് കടലിടുക്ക് വഴി ഇപ്പോൾ ട്രാഫിക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായി ഇറാൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ചില സംഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയാൻ പറ്റുന്ന കാര്യം, ഒന്ന്, ഗ്രീക്ക് ഷിപ്പിംഗ് കമ്പനിയായിട്ടുള്ള ഡൈനക്കോം ടാങ്കേഴ്സ്, അതിൻ്റെ 2 വെസലുകൾ പോകുമ്പോൾ അതിന്മേൽ ആക്രമണം നടന്നു. അതിൻ്റെ 2ൻ്റെയും എൻജിൻ റൂമുകൾക്ക് തീപിടിച്ചു. ക്രൂ അംഗങ്ങളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഒമാൻ തീരത്തെത്തിച്ചു എന്നിങ്ങനെയുള്ള വാർത്തകൾ വരികയാണ്. അതുകൊണ്ടാകണം അമേരിക്കയും UK-യും കാനഡയും ഒരേ സ്വരത്തിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത് പറ്റുമെങ്കിൽ തങ്ങളുടെ പൗരന്മാരാരും ഇപ്പോൾ ഗൾഫ് മേഖലയിലേക്ക് യാത്ര ചെയ്യരുത് എന്നാണ്. ഇന്ത്യയും ഒരു അഡ്വൈസറി പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇന്ത്യക്കാർ ഇപ്പോൾ ഇറാനിലേക്ക് യാത്ര ചെയ്യരുത്, അത് വിസിറ്റിനാണെങ്കിലും ജോലിക്കാണെങ്കിലും എന്തിനാണെങ്കിലും തൽക്കാലം അങ്ങോട്ട് പോകരുത്. അവിടെ കഴിയുന്ന ഇന്ത്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായിട്ട് അവിടെ നിന്ന് പുറത്ത് കടക്കാൻ നോക്കണം എന്നും പറഞ്ഞിരിക്കുകയാണ്. ഫുട്ബോളിൻ്റെ കാര്യത്തിലും അല്പം രാഷ്ട്രീയം ചേർത്തുകൊണ്ട് ഇറാൻ ഇന്ന് പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. സ്പെയിൻ്റെ ഈ ഫൈനൽ വേൾഡ് കപ്പിൻ്റെ വിജയമുണ്ടല്ലോ, അത് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും എതിരാളികൾക്ക് സന്തോഷിക്കാൻ കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ് എന്നാണ് ഇറാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. Night updates supported by ELL Properties, Explore Education, Impulse Warehouse, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Iron Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.